കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽ സമയം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ഇച്ചിരി വ്യത്യാസമായിട്ട് നിങ്ങൾ കണ്ടു എന്നെനിക്കറിയാം. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും നാട്ടിലേക്ക് കടന്നു പോയിരിക്കുന്നു, വീണ്ടും ചിലർ കടന്നു പോകും. അപ്പോൾ എല്ലാവരും ചെതറിയിരിക്കുവാൻ ഇടയാകാതെ ഒരുമിച്ച് കഴിവുള്ളിടത്തോളം ചേർന്നിരിപ്പാനായിട്ട് ഉള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. അത് ദയവായിട്ട് ആ കാര്യത്തിൽ സഹകരിപ്പാനായിട്ടും അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 5-ാമത്തെ വാക്യം ദയവായിട്ട് വായിക്കാം. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൻ്റെ പ്രായോഗിക അവസ്ഥ എന്താണ് എന്നുള്ളതാണ് എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ അത് കടന്നു വരുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്? ആ കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാരംഭവാക്യങ്ങളിൽ വിശ്വാസത്തെക്കുറിച്ചുള്ളതാകുന്ന ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ നമ്മൾ കണ്ടു. അത് ഡിഫൈൻ ചെയ്തിട്ട് പ്രാക്ടിക്കലി എങ്ങനെയാണ് വിശ്വാസം, ആ കാര്യമാണ് തുടർന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ നല്ല പ്രാധാന്യമുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ തിയറി മാത്രമല്ലുള്ളത്, പ്രാക്ടിക്കലുണ്ട് എന്ന് നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ദൈവവചനത്തിൽ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ചിന്ത നമുക്ക് തരുമ്പോൾ, വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയും വ്യാഖ്യാനിപ്പാനുള്ള പഴുതുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ അടയ്ക്കുകയാണ്. എന്നാലും അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ദൈവം എത്ര കൃത്യമായിട്ട് ചെയ്തു. അറ്റ്ലീസ്റ്റ് എന്നെപ്പോലുള്ള ഉപദേശിമാർക്ക് ഇതാണ് പുസ്തകത്തിലെന്ന് കാണിച്ചു കൊടുക്കാനുള്ള പ്രൊവിഷൻ ദൈവം അന്നേ ഒരുക്കി. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അല്ലായിരുന്നേ ഞങ്ങൾ എന്തോ എടുത്ത് പറഞ്ഞേനെ. കാരണം എനിബഡി ക്യാൻ സേ എനിത്തിങ്. ഒരു വാക്യം എടുത്തേച്ച് ആർക്കും എന്തും പറയാവുന്ന നിലയിലാണ് പല പ്രസംഗങ്ങളും. അപ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത് വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എ മാൻ ഇൻ ഹിസ് unconverted state, what appeals to him is brought with a wrap of spirituality, and the same thing that excites an unconverted individual is presented to the so-called converted, to be sure, with the wrap of spirituality. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വീണ്ടെടുക്കപ്പെടാത്ത, വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണോ അവൻ അപ്പീലിംഗ് ആയിട്ടുള്ളത്, ശ്രദ്ധിക്കണേ, വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക് ആകർഷകമായിട്ട് ലോകത്തിൽ എന്തൊക്കെയുണ്ട്, അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നേച്ച് അതിൻ്റെ മുകളിൽ ഒരു വർണ്ണക്കടലാസ് അങ്ങ് പൊതിയുക. ഏത് വർണ്ണക്കടലാസ്? ഓ, യേശു നിന്നെ, യേശു അത് ചെയ്യും, യേശു ഇത് ചെയ്യും, വിശ്വസിച്ചേച്ചാ മതി.
ഏത് കാര്യമാ? The desire is not changed. The same desire to acquire things for this earth remains unchanged. Not changed at all, but the only difference is Jesus is there to help you achieve your perverted desires. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? മലയാളത്തിൽ പറയാം. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. പഴയ താല്പര്യങ്ങൾ എങ്ങനൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം ഇപ്പോഴും ഉണ്ട്. അപ്പം ഈ പഴയ താല്പര്യങ്ങൾ വെച്ചോണ്ടാണ് ഇങ്ങോട്ട് പിടിക്കുന്നത്. കടന്നു വാ, അത് തരാം, ഇത് തരാം, ഇത് കിട്ടും, അത് കിട്ടും. ഒരു വ്യത്യാസമില്ല. ഇപ്പൊ വ്യത്യാസം എന്താ? എൻ്റെ പഴയ സകല അത്യാഗ്രഹവും എനിക്ക് സാധിച്ചു തരാൻ യേശു കൊണ്ട് പറഞ്ഞേച്ചാൽ മതി. എന്തോ എളുപ്പമല്ലേ? മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കിപ്പം നിങ്ങളുടെ മുഖം നോക്കിയാൽ നന്നായിട്ടറിയാം. കാരണം ഒരു സ്തോത്രം പോലും വരുന്നില്ല. അത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കിത് ശരിക്ക് പിടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇങ്ങനെയാണ് വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞേച്ച് ഇപ്പം സൂപ്പർ നാച്ചുറലായിട്ട് യേശു ഇതെല്ലാം സാധിച്ചു തരാനുണ്ടല്ലോ. പണ്ട് എനിക്ക് ആരില്ലായിരുന്നു? യേശു ഇല്ലായിരുന്നു. Now to achieve my carnal goals, എൻ്റെ ജഡീകമാകുന്ന ലക്ഷ്യങ്ങൾ എനിക്ക് നേടിത്തരാൻ പണ്ടെനിക്ക് ഞാൻ വേവലാതി പിടിച്ച് ഓടുകയായിരുന്നു. ഇപ്പം എന്തുകൊണ്ട് സുവിശേഷം കേട്ടു, കടന്നു വാ യേശു നീ ആഗ്രഹിക്കുന്ന മുഴുവൻ തരും. എന്നോ സന്തോഷം. എന്നാ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച പ്രസംഗം എന്താ? പ്രിയപ്പെട്ടവരെ, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവീൻ. അങ്ങനല്ലേ പ്രസംഗിച്ചത്? ആണോ അല്ലയോ? വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവീൻ. എന്നാൽ ഇന്നെങ്ങനെ? വക്രതയുള്ള തലമുറയിൽ എനിക്ക് എന്തൊക്കെ താല്പര്യങ്ങളുണ്ടായിരുന്നോ ആ താല്പര്യങ്ങളെല്ലാം കൂടെ ഒരു ആത്മീകതയുടെ പേപ്പർ ഇട്ട് പൊതിഞ്ഞിട്ട് വാ, യേശു അതെല്ലാം നിനക്ക് തരും. മനസ്സിലാവുന്നുണ്ടോ? ഇതാ വ്യത്യാസം. അപ്പൊ അതുകൊണ്ടാണ് വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് പറയുമ്പോൾ അൺകൺവേർട്ടഡ് ആയിട്ടുള്ള എല്ലാവർക്കും സന്തോഷമാണ്. ഞാൻ ആശിക്കുന്നതെല്ലാം എനിക്ക് കിട്ടും. അങ്ങനെ 100% പ്രസംഗിക്കപ്പെടുമെന്ന് കർത്താവിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇത് എഴുതി വെച്ചപ്പം അങ്ങനെ പ്രസംഗിക്കുന്നവരെല്ലാം ഇത് വായിച്ചിട്ട് ശിക്ഷാവിധിക്കായിട്ട് പ്രസംഗിച്ചോട്ടെ എന്ന് മനസ്സിലാക്കി. കാരണം അറിഞ്ഞവന് അധികം അടി കിട്ടും. അറിഞ്ഞവൻ ആരാ? ഈ പുസ്തകം കൈ കിട്ടിയോൻ. ആരൊക്കെ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ, he will be punished more severely, says our Lord Jesus Christ. അങ്ങനല്ലേ പറയുന്നത്? അറിഞ്ഞവൻ എന്തോ കിട്ടും? അധികം അടി കിട്ടും. അപ്പച്ചൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഇന്നതാണെന്ന് അറിയുകയും അറിഞ്ഞിട്ടും അത് ഡിസൊബേ ചെയ്യുകയും ചെയ്യുന്നവന് അടി അധികമാണ്. അപ്പം അതുകൊണ്ട് ശിക്ഷാവിധി ചിലരുടെ മേൽ വരുവാൻ
ദൈവം ചില സന്ദർഭങ്ങളിൽ ചില പ്രസംഗകരെ ഉപയോഗിക്കും. എന്തിനാണെന്നറിയാമോ? ശിക്ഷാവിധിക്ക് വേണ്ടി. കാരണം ഇത് ആവശ്യമുള്ളവരാണല്ലോ അവിടെ പോയിരിക്കുന്നത്, ഇത് കേൾക്കേണ്ടിയവരാണല്ലോ പാഞ്ഞു പോകുന്നത്. ഈ സൺഡേ അവിടെ ഈസിയയിൽ ഇപ്പോൾ ഒരു ഉപദേശം വന്നിട്ടുണ്ട്, ഒരു സുഖവുമില്ല. എനിക്കറിയാമെന്നേ, ഇത് നിങ്ങളിത് പറയുന്നത് എനിക്ക് നന്നായിട്ടറിയാമെന്നേ. പിന്നെ ഞാൻ കർത്താവ് എന്നെ അയച്ച സമയം മുതൽ പോകാൻ എന്നെ ഇവിടുന്ന് തിരിച്ചയക്കുന്നവരെ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കത്തില്ല. വെൻ ദ ലോർഡ് സെൻസ് മീ ഐ വിൽ ഗോ. പക്ഷേ എന്നെ ഏൽപ്പിച്ചത് ഞാൻ വിശ്വസ്തയോടെ ചെയ്യണം. എനിക്ക് വേറെ ഒരു താല്പര്യവുമില്ല, അതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് വിവരിക്കുക. Now faith is the assurance of things hoped for, the conviction of things not seen. എന്നിട്ട് നമ്മൾ കണ്ടു ആ വാക്യങ്ങളെല്ലാം. അതിനാലാണ് പൂർവന്മാർക്ക് ദൈവം സാക്ഷ്യം കൊടുത്തത്. ഏതിനാൽ? ഈ വിശ്വാസത്താൽ. അപ്പോൾ പൂർവന്മാർക്ക് സാക്ഷ്യം കിട്ടിയ വിശ്വാസം. അപ്പം നമ്മൾ പറയും, എനിക്കിവിടെ ഞാൻ വിശ്വാസത്താൽ അത് നേടി, ഇത് നേടി. പക്ഷേ ഒരു കർത്താവിൻ്റെ ദാസൻ ഉപയോഗിച്ച ഒരു മനോഹരമാകുന്ന ഇല്ലസ്ട്രേഷൻ, എനിക്ക് തോന്നുന്നു ഞാനൊരു ചെറിയ കൂട്ടായ്മയിൽ നിങ്ങളോടത് പറഞ്ഞതാണ്. കുഴപ്പമില്ല, ആ ഇല്ലസ്ട്രേഷൻ ഒന്നുകൂടെ പറയുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ കേരളമൊക്കെ വിട്ട് ഇവിടെയും അന്യരാജ്യങ്ങളിലും ജോലിക്കായി കടന്നു വന്നേക്കുന്ന നിങ്ങൾക്കൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി ജോലിക്ക് പോകുമ്പം രാവിലെ കൊണ്ട് ഡേ കെയറിലോ അല്ലെങ്കിൽ അതുപോലെ ചൈൽഡ് കെയറിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോകും. അവിടെ കളിക്കാൻ ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ട്, കാറുകളുണ്ട്, എന്ന് പറഞ്ഞാൽ ടോയ് കാറുകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം വൈകുന്നേരം ഈ പേരൻസ് എടുക്കാൻ ചെല്ലുമ്പം സാധാരണഗതി കുഞ്ഞുങ്ങളെ അറിയാവുന്ന പേരൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പോക്കറ്റ്സൊക്കെ ഒന്ന് നോക്കുക. അപ്പം ചില വിദ്വാന്മാരുടെ പോക്കറ്റിൽ ഈ ടോയ് കാറൊക്കെ കാണും. അപ്പം നല്ല പേരൻസ് എന്നെ പറയുന്നറിയാം, മോനെ, that doesn't belong to you. Leave it. Come home, my son. We are going home. You cannot take anything from here. We are going home. മനസ്സിലാകുന്നുണ്ടോ? സെയിം തിങ്. നമുക്കൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റുകയില്ല. ഒരു ദിവസം വിളി വരും, കം ഓൺ മൈ സൺ, യു ആർ ഹോം ടുഡേ. ഒന്നും എടുക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വിശ്വാസം എന്തിനു വേണ്ടിയിട്ടാണ് തന്നേക്കുന്നത്? വിശ്വാസം നിത്യതയ്ക്കു വേണ്ടി എന്നെ ഒരുക്കാനാണ് തന്നേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് the Spirit of the Lord makes it beyond doubt by illustrations. ഈ വസ്തുത പരിശുദ്ധാത്മാവ് നമുക്കാർക്കും മനസ്സിലായില്ലെന്ന് പറയാതിരിക്കാൻ വേണ്ടി ഇല്ലസ്ട്രേഷൻ വൺ ആഫ്റ്റർ അനദർ. ഓക്കെ? അപ്പോൾ ആ രണ്ട് ഇല്ലസ്ട്രേഷനാണ് കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഇല്ലസ്ട്രേഷൻ നമ്മൾ കണ്ടു, ഏബേൽ offered a sacrifice by faith. വിശ്വാസത്താൽ ഹാബേൽ ഉത്തമമായ യാഗം കഴിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മളത് വിശദീകരിച്ചു. നിങ്ങളിൽ പല പ്രിയപ്പെട്ടവരും എന്നോട് പറഞ്ഞു, ഇറ്റ് വാസ് an eye opener. Thank God for that. പലരും എന്നോട് പറഞ്ഞു. കാരണം അതൊരു വലിയ സംശയമായിരുന്നു.
എന്നാ വിഷയം അവിടെ? ഹാബേൽ ആടിനെ കൊണ്ടുവന്നത് കൊണ്ടാണോ? കയീനും അവൻ്റെ ബെസ്റ്റ് അല്ലേ കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ആൻസർ വളരെ ക്ലിയറാണ്. അതിലോട്ടൊന്നും ഹി ഈസ് നോട്ട് ബോതേഡ് ബൈ എനിത്തിങ് എൽസ്. ഹി സിംപ്ലി സ്റ്റേറ്റ്സ് ബൈ ഫെയ്ത്ത്. ഫെയ്ത്ത് ആയിരുന്നു അക്സെപ്റ്റൻസിൻ്റെ അടിസ്ഥാനം, അല്ലാതെ പ്രവൃത്തി അല്ലായിരുന്നു. പ്രവൃത്തി പിന്നീടാണ് വരുന്നത്. പ്രവൃത്തി ഉണ്ടാകുന്നതിന് മുൻപേ എന്തുണ്ടായിരുന്നു? വിശ്വാസം. ഇൻ അതർ വേർഡ്സ്, Abel's sacrifice was accepted because the sacrifice was sanctified by faith. And even before the sacrifice was sanctified by faith, Abel himself was sanctified by faith. So the Bible says, because അതിൻ്റെ കാരണം ദൈവം ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. സോ ഫെയ്ത്ത്. മനസ്സിലായല്ലോ? സോ അപ്പോൾ അങ്ങനെയെങ്കിൽ ഇറ്റ് ഈസ് മേ ബി നമ്മൾ ഇന്ന് പറയുക സൺഡേ നമ്മൾ കടന്നു വരുന്നു, നമ്മൾ പാട്ട് പാടുന്നു, നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു, നമ്മൾ ഓഫറിങ് ചെയ്യുന്നു. വി ഗിവ് അവർ ബെസ്റ്റ്. ഓഫറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എന്നോട് ക്ഷമിക്കണേ, കാരണം ഇതൊക്കെ വേറെ അല്ലേ. ഇത് നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് നോട്ടെണ്ണുന്ന മെഷീനൊന്നുമില്ല. അതാദ്യം അങ്ങ് പറയട്ടെ, ഞാൻ എണ്ണാറുമില്ല. എന്നാൽ ഒരു ചർച്ചിലെ ഒരു ട്രഷറർ എന്നോട് വളരെ ദുഃഖത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കെട്ട് നോട്ടെടുത്തേച്ച് എന്നെ കാണിച്ചു, നോക്ക് എന്താ ചെയ്യുന്നത് ഇതുകൊണ്ട്, ഇതെന്തോ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, ബാങ്കിൽ കൊണ്ടു കൊടുക്കുക, അവർ മാറ്റിത്തരും. ആ മെൻറ്റാലിറ്റി അതിനകത്തെ വിഷയം. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു കീറിയ നോട്ടുണ്ട്, ഞാനത് ഇട്ട് കഴിഞ്ഞാൽ ദൈവം എന്നെ പണിഷ് ചെയ്യുമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഐ ഡോണ്ട് തിങ്ക്. എൻ്റെ കീറിയ നോട്ടേ ഉള്ളെങ്കിൽ അത് ഞാൻ ഇട്ടാൽ അതിന് ദൈവം എന്നെ പണിഷ് ചെയ്യില്ല. കാരണം ദൈവത്തിനറിയാം, ഒരു പക്ഷേ അതേ എൻ്റെ കയ്യിലുള്ളായിരിക്കും. പക്ഷെങ്കിൽ ഞാനെന്താ ചെയ്യുന്നത്? ഓഫറ്റ്രി വരുമ്പം നോക്കും. അത് വേണ്ട. പിന്നെ ഏറ്റവും ചെറിയൊരെണ്ണം, ആ ചെറിയതിനകത്തും എന്തെങ്കിലും കുഴപ്പം പറ്റിയതുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് എടുത്തു വെക്കും. ഞാൻ സാറിന് ഉണർവ് പ്രസംഗം അവർ പറയുന്ന പോലെ ഒരു സ്തോത്രം ഒന്ന് പറയാമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം ഇറ്റ് കൗണ്ട്സ്. അതാ ഞാൻ പറഞ്ഞത്. ബൈ ഫെയ്ത്ത് ഏബൽ ഓഫേർഡ് എ ബെറ്റർ സാക്രിഫൈസ്. ഏറ്റവും ഒരാൾ 10,000 കൊടുത്തപ്പം ഞാനെന്നാ അത്രയുമോ അതിൻ്റെ അപ്പുറമോ കൊടുക്കാം എന്ന് വിചാരിക്കുന്നതിലല്ല കാര്യം. ഹൗ മച്ച് ഐ ഹാവ്, ആൻഡ് ലോർഡ്, ദിസ് ഈസ് വാട്ട് ഐ ഹാവ്, ബട്ട് ഐ ഓഫർ ഇറ്റ്. God is pleased. അതിൻ്റെ പേരാണ് ബൈ ഫെയ്ത്ത്. മനസ്സിലാവുന്നുണ്ടോ? ഹാബേലിൻ്റെ യാഗം അക്സെപ്റ്റബിൾ ആയത് ഇറ്റ് വാസ് സാങ്ക്ടിഫൈഡ് ബൈ ഫെയ്ത്ത്. അതിനകത്ത് യാതൊരു ദുരുദ്ദേശങ്ങളുമില്ല. പണ്ട് കാലത്തൊക്കെ നാട്ടിൽ കുത്തുപ്രസംഗങ്ങളുണ്ടായിരുന്നു എന്നാ പറയുന്നത്, എനിക്കറിയത്തില്ല.
ഉണ്ടാകാം. എന്തിനേറെ കുത്തു സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതും പോട്ട് കുത്തു പ്രാർത്ഥന വരെയുണ്ട്. അപ്പം ഈ കുത്തു സാക്ഷ്യവും കുത്തു പ്രാർത്ഥനയും കുത്തു പ്രബോധനവും കേൾക്കുമ്പം അതിൻ്റെ എതിർവശത്തിരിക്കുന്ന ആൾ ഉറക്കി ആമേൻ അവനിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ പ്രിയടേ, ഈ പരിപാടിയൊക്കെ ഇവിടെ നടക്കും, പക്ഷേ നോട്ട് ബിയോണ്ട് ദിസ്, ഇതിനപ്പുറം നടക്കുകയില്ല. നിങ്ങൾ പറയും നടത്തിയിട്ടുണ്ടെന്ന്, നടന്നിട്ടില്ല. നോക്കിക്കോ വേണേ, നടന്നിട്ടില്ല, നടക്കുകയില്ല. There will come a day of reckoning. There will definitely come. Today, maybe later, but there will come a day of reckoning. No doubt about that. പ്രിയപ്പെട്ടവരെ, how Abel was able to be accepted, the Bible says, by faith. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞേച്ച് പരിശുദ്ധാത്മാവ് വിവരിക്കുക, ദിസ് ഈസ് വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക്. ആൻഡ് ഫോർ ദാറ്റ് മാറ്റർ, ഇപ്പോഴത്തെ ആ നിലയിലേക്ക് ഞാൻ അതിനെ ഇങ്ങോട്ട് ഐ എം ഗോയിങ് ടു ബ്രിങ് ഇറ്റ് ഡൗൺ ടു എർത്ത്, ടു അവർ സിറ്റുവേഷൻ. അപ്പം ഈ ഓഫറിങ്, യാഗം കഴിക്കുക എന്നൊക്കെയുള്ള ഹാബേലിൻ്റെ ആ കാര്യം എപ്പോഴും അങ്ങ് യാഗം കഴിച്ചുകൊണ്ടിരിക്കുകയെന്നോ അല്ല, അത് ഒക്കേഷനല്ല. അപ്പോൾ അതുപോലെ നമ്മൾ വരുന്നു, പാട്ട് പാടുന്നു, ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു, ഒരുമിച്ച് ചേർന്ന്, അത് ഒക്കേഷനല്ല, എപ്പോഴുമില്ല. മേ ബി സൺഡേ, അല്ലെങ്കിൽ പിന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ഇവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവർക്കും എല്ലാത്തിനും ഒന്നും പിണങ്ങിയില്ലല്ലോ. എല്ലാവർക്കും എല്ലാത്തിനൊന്നും വരാൻ പറ്റുകയില്ല. ഗ്രാൻഡഡ്. അപ്പം ഏബലിൻ്റെ സാക്രിഫൈസ്, ഓക്കെ, അവൻ ഒരു യാഗം കഴിച്ചു. അതെപ്പോഴും എല്ലാ സമയവും ഉള്ള കാര്യമൊന്നുമല്ല. അത് മേ ബി വൺസ് ഇൻ എ വീക്ക്, അല്ലെ വൺസ് ഇൻ എ മന്ത്, വാട്ട് എവർ, അങ്ങനെ ആയിക്കോട്ടെ. എന്നാൽ when we come to the next two verse, which is our text for the remainder of our time, അതിൻ്റെ 11:5 നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏബലിൻ്റെ യാഗം ഒരു വൺ ഓഫ് കൈൻഡ് എന്നോ അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക് എന്നൊക്കെ പറയാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അത് വിശ്വാസത്താലായിരുന്നു. അപ്പോൾ അതും വിശ്വാസത്താല. അതുകൊണ്ടാണ് ദൈവം അവനെ അക്സെപ്റ്റ് ചെയ്തതെന്ന് പരിശുദ്ധാത്മാവിടെ പറയുന്നു. എന്നാൽ ഈ വാക്യം ഒന്ന് വായിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് 5-ാമത്തെ വാക്യം, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. നോക്കുക, വായിച്ചോ. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ളത് അതൊരു ഒക്കേഷണൽ ഗ്യാതറിങ് ഓഫ് ടുഗെദറോ, ഒക്കേഷണൽ ഓഫെട്രിയോ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കൂടി വരുന്നതോ, ആഴ്ചയിൽ ഒരിക്കൽ നമ്മളൊരു ഓഫറിങ് കൊടുക്കുന്നതോ ഒക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതും വിശ്വാസത്താലായിരിക്കണം. അതാണ് ഹാബേലിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ when it comes to the story of Enoch, what does the Bible teach us regarding faith? ഹാനോക്കിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വേദപുസ്തകം വിശ്വാസത്തെക്കുറിച്ച് എന്താ പഠിപ്പിക്കുന്നത്? For the Christian believer, devotion to God is more
the regular act of religious worship. It is more than the regular actor of coming together and praising God and singing psalms and praises to the Lord. It is more than that. Or the occasional presentation of a gift or a sacrifice. For a Christian believer, living by faith is more than this. എന്താ ഹാബേലിൻ്റെ ജീവിതവും ഹാനോക്കിൻ്റെ ജീവിതവും നമ്മളെ പഠിപ്പിക്കുന്നത്? ഹാബേലിൻ്റെ ജീവിതം ഒക്കേഷണലായിട്ട് നമ്മൾ കൂടി വരുന്നു. എന്നാൽ ഹാനോക്ക് എന്താ പഠിപ്പിക്കുന്നത്? ഹാനോക്ക് പഠിപ്പിക്കുന്നത് all life belongs to God and our righteousness has to extend to the whole life. Okay? ഹാനോക്കിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത് വിശ്വാസം എന്നാൽ ഇതാണ്, എൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റേതാണ്. ഒക്കേഷണലായിട്ടുള്ള ഒരു നീതിപ്രവൃത്തിയിൽ ഒതുങ്ങുന്നതല്ല വിശ്വാസ ജീവിതം. നേരെ മറിച്ച് വിശ്വാസ ജീവിതം, ദൈവം പ്രസാദിക്കുന്ന ജീവിതം, ഇറ്റ് ഈസ് ദ ഹോൾ ലൈഫ്. ഹോൾ ലൈഫ്. നമ്മൾ പെട്ടെന്ന് ആ കാര്യം പുസ്തകത്തിൽ നിന്നൊന്ന് പെട്ടെന്ന് കാണാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 22, 24 വാക്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നതാകുന്ന ഒരു വിഷയം, those who possess true faith which is defined in verse 1, walk with God day after day. It is not simply occasional thing. നോക്കണം, സാന്ദർഭികമായിട്ട് ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ 3 ദിവസമോ അല്ല. അത് അതിൻ്റെ ഒരു വശമാണെങ്കിൽ, വിശ്വാസമുള്ള അല്ലെങ്കിൽ എബ്രായർ 11:1 ഡിഫൈൻ ചെയ്യുന്ന വിശ്വാസമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തോട് കൂടെ നടക്കുന്നവനാണ്. ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. ഞാൻ വിശദീകരിക്കാം, ആ ഭാഗം ഒന്ന് വായിച്ചോളൂ. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക, എന്തിനാ പുസ്തകത്തിൽ ആ കാര്യം എഴുതിയേക്കുന്നത്? ഞാൻ ഇപ്പം പെട്ടെന്ന് പറയാം. എഴുതിയേക്കുന്നത് നമ്മൾ ആരും ചിന്തിക്കരുത് ഇവർ ഭയങ്കര ലാർജർ ദാൻ ലൈഫ് ഫിഗേഴ്സാണ്. അവരൊക്കെ പൗലോസ്, അത് പൗലോസ് അല്ലേ? ഏലിയാവ്, അത് ഏലിയാവല്ലേ? അതുപോലാണോ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ പറയുന്നത്. അതൊക്കെ അന്നത്തെ കാലത്ത് അത് അവര്. അതുപോലാണോ നമ്മൾ? നമുക്കിതും പറഞ്ഞുകൊണ്ടിരുന്ന വല്ലതും കാര്യം നടക്കുമോ? ഇത് സാധാരണ നമ്മൾ പറയുന്നതാണേ. അപ്പോൾ ആ സംശയം മാറ്റാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവോട് ഒരു കാര്യം രേഖപ്പെടുത്തി. എന്താ വായിച്ചോ? മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം അപ്പോൾ ഒന്നാമത്തെ ഒരു പുത്രൻ ജനിച്ചു, മെഥൂശലഹ്. അത് കഴിഞ്ഞിട്ട് മെഥൂശലഹ് ജനിച്ചിട്ട് ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ he was an ordinary everyday family man. അപ്പോൾ ദൈവത്തോട് കൂടെ നടന്നെന്ന് പറഞ്ഞാൽ ആരും ചിന്തിക്കരുത് അയാളെല്ലാം വിട്ടേച്ച്, നമ്മുടെ നാട്ടിൽ ചിലർ പറയുന്നില്ല വിട്ടവരും വിറ്റവരും, അവരെ 144,000 പണ്ട് പറയുന്നത്, ഇപ്പോൾ അത് മാറ്റി.
അത് പോട്ടെ. എന്നാൽ ഇവിടെ സിസ്റ്ററൊക്കെ ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് അറിയാമെന്ന് തോന്നുന്നു ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്. എനിവേ, ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആരെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഈ കാര്യം വ്യക്തമാക്കുക. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുക. ഇൻ അതർ വേർഡ്സ്, family life is very much a godly institution in which we ought to please God. If you fail in your family, you cannot please God anywhere else. Is that clear? If I fail in my family, ഞാൻ ഇവിടെ വന്ന് സൗരന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായോ? ഇഫ് ഐ ഫെയിൽ, ഫെയിലിയർ ഉള്ളവരോ ഫെയിലിയറിൻ്റെ വെർജിൽ നിൽക്കുന്നവരോ ഇന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ, ദിസ് ഈസ് ദ വാർണിംഗ് ഓഫ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ് ടു യു. I don't know who. പ്രിയപ്പെട്ടവരെ, so when you live by faith, the Bible says, ഫെയ്ത്തിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ പറയുക, ഒന്നാമത് പറയുക, മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഇനി അതിന്റെ 24 വായിച്ചോളൂ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പൊ ഈ വേദഭാഗമാണ് പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചേക്കുന്നത്. പക്ഷെ അല്പം ഒരു വ്യത്യാസം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എബ്രായ ലേഖനം 11:5 നമ്മൾ കാണുന്നത്, അവൻ ദൈവത്തെ എന്ത് ചെയ്തു? പ്രസാദിപ്പിച്ചു. അതിന് കാരണം എബ്രായ ലേഖനകാരൻ ഉദ്ധരിക്കുന്നത് എബ്രായ വേദപുസ്തകമല്ല, എബ്രായ ഭാഷയിൽ എഴുതിയതല്ല ഉദ്ധരിക്കുന്നത്. പിന്നെയോ എബ്രായ ഭാഷയുടെ യവന പരിവർത്തനം അന്നുണ്ടായിരുന്നു, ഗ്രീക്ക് ട്രാൻസ്ലേഷൻ. അതിന് വിളിക്കുന്ന സെപ്റ്റുവജൻ്റ് എന്നാണ്. അന്നുണ്ടായിരുന്നു. യേശു കർത്താവിൻ്റെ കാലത്തിനു വളരെ മുമ്പുണ്ടായിരുന്നു. അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ കാലഘട്ടത്തിലാണ് എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് പഴയ നിയമം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു വേദപുസ്തകമാണ്. ആ വേദപുസ്തകത്തിൽ നിന്നാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ആ വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്നത്, ഈനോക്ക്, ഹി വാസ് എ ഫാമിലി മാൻ. ഞാൻ പാരഫ്രൈസ് ചെയ്ത് പറയുക, ഈ വാക്കല്ല. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചതുകൊണ്ട് അവൻ മരണം കാണാതെ ദൈവം അവനെ എടുത്തു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഈ കാര്യമാണ് പറയുന്നത്. പക്ഷേ രണ്ടും ഒന്ന് തന്നെയാണ്. ഏത്? ദൈവത്തോട് കൂടെ നടക്കുക എന്നതും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നതും സിനോണിമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പര്യായ പദങ്ങളാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തോട് കൂടെ നടക്കുമ്പം ദൈവത്തിന് പ്രസാദം ഉള്ളതേ ഞാൻ ചെയ്യത്തുള്ളല്ലോ, അല്ലേ? നമ്മുടെ ബോസ് ഓഫീസിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ എന്തേ ചെയ്യത്തുള്ളൂ? ബോസിനെ ചുണ്ടി പിടിപ്പിക്കുന്ന വല്ലതും ചെയ്യുമോ? ഒന്നും ചെയ്യില്ല. ബോസിന് എന്നാ ഇഷ്ടമെന്ന് അറിഞ്ഞ് അതുമാത്രം ചെയ്യും. അതിൻ്റെ കാരണം എന്തുവാ? ഈ ബോസ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുക. എങ്ങനെ? അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട്. അപ്പോൾ വിശ്വാസത്താൽ ജീവിച്ച ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നെന്ന് എന്ന് പറഞ്ഞാൽ, ഫോർ ഹിം, ഫോർ ഈനോക്ക്,
God's presence was a reality. How? എങ്ങനെ? By faith. മനസ്സിലാവുന്നുണ്ടോ? ഇത് അവിടെ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടെന്നൊന്നും അല്ല എഴുതിയേക്കുന്നത്. അങ്ങനെ ആയിരുന്നു, അങ്ങനെ എഴുതിയേനെ. കാരണം അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെടുകയും അബ്രഹാമിൻ്റെ ഒപ്പം ദൈവം നടക്കുകയും ചെയ്തത് അതുപോലെ പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ അല്ല സംഭവം. പിന്നെ ഹാനോക്ക് അവൻ ദൈവത്തോട് കൂടെ നടന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ പരിശുദ്ധാത്മാവ് പറയാ ബൈ ഫെയ്ത്ത്. അപ്പോൾ വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാൻ കഴിയാത്ത ഒരു റിയാലിറ്റിയുടെ നിശ്ചയവുമാണെങ്കിൽ, ഫെയ്ത്ത് വരുമ്പം അദൃശ്യനാകുന്ന ദൈവത്തെ, ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ, ആർക്കും കാണാൻ കഴിയാത്തവനെ, അമർത്യതയുള്ളവനെ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനെ, മനുഷ്യർക്ക് ഒരു നിമിഷം പോലും ഈ അവസ്ഥയിൽ ആ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ എല്ലായിടത്തും ഉണ്ടെന്നുള്ള റിയാലിറ്റി ബൈ ഫെയ്ത്ത് he applied in life. വിശ്വാസത്താൽ അത് അപ്ലൈ ചെയ്തു. That God is with me day in and day out. ഓരോ ദിവസവും ആരെൻ്റെ കൂടെ ഉണ്ട്? ദൈവമുണ്ട്. കാണാമോ ഉപദേശി? കാണുന്നില്ല, പക്ഷേ വിശ്വാസത്താൽ എനിക്ക് കാണാം. ഇവിടെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷേ വിശ്വാസത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അദൃശ്യനാകുന്ന ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. തുടർന്ന് അത് പറയുന്നുണ്ട് 27 വാക്യത്തിലേക്ക് വരുമ്പോൾ 11. അദൃശ്യനാകുന്ന ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാണ്. God is with me. അതല്ലേ ഭക്തന്മാരെല്ലാം പറഞ്ഞത്? കർത്താവേ, ഞാൻ എങ്ങോട്ട് പോകും? ഞാൻ ഉഷസ്സിൻ്റെ ചിറകു ധരിച്ച് അങ്ങാറ്റത്ത് ചെന്നാൽ, അല്ല മഹാസമുദ്രത്തിൻ്റെ അടിയിൽ ചെന്നാൽ, അവിടെ എൻ്റെ കിടക്ക വിരിച്ചാൽ, അവിടെയും അങ്ങുണ്ട്. അങ്ങേ ഒളിച്ച് എനിക്ക് എവിടേക്ക് പോകാനായി കഴിയും? എന്തിനേറെ, ഒരു മനുഷ്യനും കാണാതിരുന്നപ്പം എന്നെ അങ്ങ് കണ്ടല്ലോ. The most sophisticated machines of today cannot see what God saw regarding me. അതാ 139 സങ്കീർത്തനത്തിൽ പറയുന്നത്. ഒന്നുമില്ലാതിരുന്നപ്പം നിന്റെ കണ്ണെന്നെ കണ്ടു. എന്നാൽ അന്ന് മാത്രമല്ല ഭക്തനെ സംബന്ധിച്ച് ദൈവം കണ്ടത്. എന്നാ കണ്ടതെന്നറിയാമോ? ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടു. അപ്പോൾ the reality of God's presence is being experienced by faith every day. In the family, outside family, when I drive my vehicle, car, when I go to work, when I am in the office, when I am out of the office, everywhere. ഇനി എന്തുകൊണ്ടാണ് ദൈവത്തിന് ഇത്ര അങ്ങ് പ്ലീസ് ചെയ്തത് ഹാനോക്കിനെ? അത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ക്ലൂ ഇവിടെയുണ്ട്, ഈ വേദഭാഗത്തുണ്ട്. കാരണം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ
പ്രളയത്തിന് മുൻപ് ജീവിച്ചിരുന്ന ആ സകല പ്രമുഖരായിട്ടുള്ള മനുഷ്യരുടെയും പേരുകളാ, ജീവചരിത്രങ്ങളാ ഓരോ കൊച്ചു കൊച്ചു വിവരണങ്ങളിൽ കൂടെ തന്നേക്കുന്നത് 5-ാം അധ്യായം മുഴുവൻ ഉൽപ്പത്തി. എന്നാൽ ആ വിവരണങ്ങളെല്ലാം തരുമ്പം ഓരോ വ്യക്തിയുടെയും ലൈഫ് പറഞ്ഞു തീർക്കുമ്പം ഒരു പ്രത്യേക പദപ്രയോഗം അവിടെ ഉണ്ട്. ആൻഡ് ഹി ഡൈഡ്. അല്ലേ? ആദ്യത്തെ ഒന്ന് വായിച്ചേ. ആദാമിന്റെ വംശം. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ അത് ഷേത്തിന് 105 വയസ്സായപ്പോൾ അവൻ ഏനോശിനെ ജനിപ്പിച്ചു. ഏനോശിനെ ജനിപ്പിച്ച ശേഷം ഷേത്ത് 807 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഷേത്തിന്റെ ആയുഷ്കാലമാകെ 912 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. നോക്കിയേ, ഓരോരോ കൊച്ചു കൊച്ചു ചരിത്രങ്ങൾ എഴുതുക. എല്ലാത്തിൻ്റെ അവസാനം എന്താണെന്നറിയോ? പിന്നെ അവൻ മരിച്ചു. എന്നാൽ ഹാനോക്കിൻ്റെ ചരിത്രം എഴുതുമ്പം മാത്രം ഇതില്ല. പിന്നെ അവൻ മരിച്ചെന്നല്ല എഴുതിയേക്കുന്നത്, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവകാലത്ത് ഉണ്ടായിരുന്ന ഒത്തിരി പേർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യം ഹാനോക്കിന് കിട്ടി. ഇനി ഞാൻ അതിൻ്റെ ആപ്ലിക്കേഷൻ പാർട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ആ കാര്യം പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ഇവിടെ വിശേഷിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലെ ആ കാര്യം പറഞ്ഞു വരുമ്പം അവൻ ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് പറഞ്ഞിട്ട് പിന്നെയും ബാക്കിയുള്ളവരുടെ ചരിത്രം പറയുമ്പോൾ പിന്നെ അവൻ മരിച്ചു അങ്ങനെ എഴുതുക. ഹാനോക്കിനെ കുറിച്ച് മാത്രം ഒരു എക്സെപ്ഷൻ. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളിവിടെ വായിക്കുന്ന അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആകട്ടോ. നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ ആരും ദോഷമൊന്നും പറയുകയില്ല. ആരാ പറയോ? സാധാരണഗതി യാത്രയപ്പിനും പറയാറില്ല. പിന്നെ ചിലയിടത്തൊക്കെ യാത്രയപ്പിനും പറയാം, അത് വേറെ വിഷയം. സാധാരണഗതി പറയാറില്ല. എൻ്റെ ഒരു ചിന്ത, അറിയത്തില്ല, നാളത്തെ കാര്യമല്ലേ, എന്നെ യാത്രയ്ക്ക് ഉപദേശിക്കുവാൻ അതായിരുന്നു ഇതായിരുന്നു. ഞാൻ സാധാരണ പറയാറുണ്ട്, ദയവ് ചെയ്ത് അത് പറയല്ലേ. കാരണം ഇത് പുസ്തകത്തിൽ ഞാൻ വായിക്കുന്നത് ഹേരോദാവെന്നും പറഞ്ഞ ഒരു രാജാവ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലുണ്ട്. അവൻ്റെ ഏക കുറ്റം എല്ലാവരും പറഞ്ഞു, അയ്യോ ഭയങ്കര കേട്ടോ. അത് കേട്ടു, ഒന്ന് സ്വീകരിച്ചതേ ഉള്ളൂ. താഴെ എഴുതിയേക്കുന്നത് കർത്താവിൻ്റെ ദൂതൻ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടെന്ന് എഴുതിയേക്കുന്നത്. എന്തായിരുന്നു കുറ്റം? ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞതൊക്കെ അങ്ങ് തലയിലോട്ടങ്ങ് എടുത്തു, തലയ്ക്ക് പിടിച്ചു. ഞാൻ മോശമൊന്നുമല്ല കേട്ടോ എന്ന് ചിന്തിച്ചു. അത്രയേ ഉള്ളായിരുന്നു അവൻ്റെ കുറ്റം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം വായിച്ചു നോക്കിയോ, വീട്ടിൽ പോയി വായിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ വിശ്വാസത്തിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെ വിശ്വാസത്തിൻ്റെ ജീവിത അവസ്ഥ എന്താണ്? പരിശുദ്ധാത്മാവ് പറയുക, അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ പ്രധാനമായിട്ട് പറയുന്ന കാര്യം, അവൻ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായെന്നാണ് പറയുന്നത്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ കാര്യമല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്. അതെന്താ കാര്യം? ചിന്തിച്ചിട്ടുണ്ടോ? അതല്ല പറയുന്നത്. പിന്നെന്താ പറയുന്നേ? എടുക്കപ്പെടുന്നതിന് മുമ്പേ അതാ പറയുന്നത്. അതിൻ്റെ കാര്യം എന്നാ? അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. മരണം കാണാതെ എടുക്കപ്പെടാൻ ഭാഗ്യം കിട്ടുന്നത് വളരെ ചുരുക്കം പേർക്കാണ്. ഇനി കർത്താവ് ഇന്ന് വന്നാൽ, ഇപ്പം സഭായം തീരുന്നതിന് മുമ്പേ വന്നാൽ, താങ്ക് ഗോഡ്,
നമ്മളിൽ കുറച്ച് പേരെങ്കിലും മരണം കാണാതെ എടുക്കപ്പെടും. ഞാൻ കുറച്ച് പേരെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആ കുറച്ച് പേരല്ലാത്തതിലാണ് പാസ്റ്റർ എന്നെ ഇൻക്ലൂഡ് ചെയ്തതെന്ന് ദയവ് ചെയ്ത് ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞ നമുക്കറിയത്തില്ലല്ലോ, അറിയത്തില്ലല്ലോ. ആ കുറച്ച് പേരിൽ നമ്മളെല്ലാവരും വേണമെന്നുള്ള ചിന്ത കൊണ്ടാണ് ഇങ്ങനെയുള്ള ഉണർവ് പ്രസംഗം ഞാൻ പറയുന്നത്. മനസ്സിലായോ? അതാണ് ഈ ഉണർവ് പ്രസംഗത്തിൻ്റെ ഒരു സ്വത്രവും ഹല്ലേലൂയയും പ്രതീക്ഷിക്കപ്പെടാത്ത ഈ ഉണർവ് പ്രസംഗത്തിൻ്റെ ലക്ഷ്യം അതാ. പ്രിയപ്പെട്ടവരെ, അതല്ല പറയുന്നത്. മരണം കാണാതെ എടുക്കപ്പെട്ടെന്നുള്ള ആ ചരിത്ര വസ്തുത അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഹാനോക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് എടുത്തെഴുതുമ്പോൾ അവിടെ പറയുന്നത് അവൻ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ മരണം കാണാതെ എടുക്കപ്പെടുന്ന ആ വിശ്വാസത്തിൻ്റെ ആപ്ലിക്കേഷൻ ഒരുപക്ഷെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആകുകയില്ല. കാരണം നമ്മളൊക്കെ ചിലപ്പോൾ കർത്താവ് വരാൻ താമസിച്ചാൽ ഇവിടെ നിന്ന് മാറ്റപ്പെടും. അപ്പോൾ അത് നമുക്ക് ആപ്ലിക്കബിൾ ആകുകയില്ല. എന്നാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. മരിക്കുന്നതിന് മുമ്പേ, എടുക്കപ്പെടുന്നതിന് മുൻപേ, ഇപ്പം ജീവനോടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവനാണ് എന്ന സാക്ഷ്യം മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ വിശ്വാസത്താൽ നമുക്ക് കഴിയും. ആ കാര്യത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. വിശ്വാസത്താൽ അവൻ സാക്ഷ്യം പ്രാപിച്ചു. അതെല്ലാവർക്കും ആപ്ലിക്കബിളാ. എന്നാൽ മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന കാര്യം എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. കർത്താവ് വന്നാൽ ആപ്ലിക്കബിളാ, അല്ലെങ്കിൽ അല്ല. കാരണം നമ്മളെല്ലാം ഇവിടെ നിന്ന് വിട്ടുപോകും. പക്ഷെ ഒരു കാര്യം നമുക്ക് ആപ്ലിക്കബിളാണ്. ഇനി എപ്പോഴാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ പോയതെന്ന് പുസ്തകം പറയുന്നത് മനസ്സിലായാൽ നമുക്കത് ഭയങ്കര എളുപ്പമാണ്. ഒന്ന് വായിച്ചോളൂ. ഉൽപ്പത്തി 5-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം നമ്മൾ മുമ്പേ വായിച്ച എങ്കിലും ഒന്നുകൂടെ വായിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു, അവൻ ദൈവത്തോട് കൂടെ നടന്നു. സോ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത് ഇൻ അവർ ഡെയിലി ലൈഫ്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. നമുക്ക് പറയും വിശ്വാസത്താൽ ഇന്നതൊക്കെ സംഭവിച്ചു. ശരിയാ. എൻ്റെ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ പിതാവിനെ അന്ന് റാന്നി ഭാഗങ്ങളിലൊക്കെ കർത്താവിൻ്റെ ദാസൻ കെ ഇ എബ്രഹാമും ഒക്കെ സുവിശേഷ വേല തുടങ്ങിയ ആ കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. പാമ്പ് കടിച്ചു, ബോധരഹിതനായി, ശരീരമൊക്കെ കളർ മാറുന്ന അർത്ഥത്തിൽ കൊണ്ടുവന്നു. കർത്താവിൻ്റെ ദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി മരണത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു. എൻ്റെ വല്യമ്മച്ചി എന്ന് വെച്ചാൽ എൻ്റെ അങ്കിളിൻ്റെയൊക്കെ മാതാവ്, സെയിം തിങ് ഹാപ്പൻഡ്. ഞാൻ പറഞ്ഞു കേട്ടതേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് പാർക്കുന്ന ആ സ്ഥലത്ത് അവിടെ ഇതുപോലെ ഒരു ബെഞ്ചിൽ, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞ സംഭവമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ബെഞ്ചിൽ കൊണ്ടുവന്ന് കിടത്തിയത് സംഭവം. അന്ന് ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, പൊടിമല മത്തായിച്ചനായിരുന്നു അല്ലേ? പൊടിമല മത്തായിച്ചൻ എന്ന് പറയുന്ന, അതായത് കർത്താവിൻ്റെ ദാസൻ PM ഫിലിപ്പിനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. PM ഫിലിപ്പിൻ്റെ പിതാവ് പൊടിമല മത്തായിച്ചൻ. അദ്ദേഹത്തെ വിളിച്ചു, പ്രാർത്ഥിച്ചു. എൻ്റെ വല്യമ്മച്ചി ജീവിച്ചെഴുന്നേറ്റു. ഗ്രേറ്റ് എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത്. പക്ഷെങ്കിൽ അത് വൺ ഓഫ് എ കൈൻഡ് എന്നുള്ള കാര്യമല്ല. ചിലപ്പം സർപ്പം കൊത്തി മരിച്ചയാളിനെ ദൈവം ഉയർപ്പിച്ചാകാം.
പക്ഷേ പിന്നീട് മരിച്ചത് ചിലപ്പോൾ ഒരു കൊച്ചു ജലദോഷം വന്നാകാം. ഓക്കെ, അങ്ങനെ സംഭവിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, those expressions of faith are one of a kind. ഡെയിലി എപ്പോഴും ഉള്ള കാര്യമല്ല. അത് ദൈവം ചെയ്യും, അത് ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യും. ഞാനാരാ അത് ചോദിക്കാൻ? ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യട്ടെ. പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അത് ചെയ്യണേ. ദൈവത്തിന് ഇഷ്ടമുണ്ടേ ദൈവം ചെയ്യും, അത് വേറൊരു വിഷയം. എന്നാൽ ഇവിടെ വാട്ട് ഈസ് ദ റിയൽ എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത് ഇൻ ഡെയിലി ലൈഫ്? The real expression of faith in daily life is this: a life of dying to self and following Him, taking up our cross which please the Lord. ഏതാണ് ദൈവത്തിന് പ്രസാദകരമാകുന്ന വിശ്വാസം? യേശു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, അനുഗമിപ്പാൻ ഒരുവൻ ഇച്ഛിച്ചു കഴിഞ്ഞാൽ there is no option to choose from. അനുഗമിക്കുന്നതിന് മുൻപേ വേണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. You can either follow me or not follow me. That's up to you. I have given you an offer, but it is up to you. അതാണ് അതിൻ്റെ എക്സ്പ്രഷൻ. എന്നാൽ അനുഗമിപ്പാൻ നീ തീരുമാനിച്ചോ, ഓപ്ഷനില്ല. തൻ്റെ ക്രൂശ് എടുത്ത് നാൾതോറും, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, നാൾതോറും എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഡെയിലി ലൈഫ് ഓഫ് ഡൈയിങ് ടു സെൽഫ് ആൻഡ് ഫോളോവിങ് ദ ലോർഡ് ഇൻ ഹിസ് ഫുട് സ്റ്റെപ്സ് ഈസ് ദ ഡെയിലി എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത്. അങ്ങനെ ജീവിക്കുമ്പം ദൈവം ചിലപ്പോൾ ഇടയ്ക്ക്, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമൊക്കെ ചിലപ്പം ചില സന്ദർഭങ്ങളിൽ ദൈവം ചെയ്യുമായിരിക്കുമെന്നല്ല, ദൈവം ചെയ്യും, ഇന്നും ചെയ്യും. അങ്ങനെ ചെയ്യട്ടെ, സ്തോത്രം. എന്നാൽ അതിനേക്കാളും വലുത് നാൾതോറും ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്ന ജീവിതമാണ് വിശ്വാസ ജീവിതം. അതാ. അതുകൊണ്ടാണ് നമ്മൾ എബ്രായ ലേഖനത്തിലെ, ഇന്ന് നമുക്ക് സൺഡേ സ്കൂളില്ല, അതുകൊണ്ട് ഞാൻ അല്പം സ്ലോയിൽ പോകുന്നത്. എബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 ഒന്ന് വായിച്ചോളൂ. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. So the ultimate pleasure of God is not in the faith action itself, but in the fact that faith allows God's grace action to manifest His character and work in my life. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും എന്നിൽ വെളിപ്പെടാൻ തക്കവണ്ണം വിശ്വാസം ഒരു ചാനലായി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളിൽ നിവർത്തിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തുടങ്ങിയപ്പം, ആ 5:22 വായിച്ചോളൂ, ഞാൻ അവസാനിപ്പിക്കുക. 5:22 മെഥൂശലമിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം. നോക്കുക, മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ
എപ്പോൾ തുടങ്ങിയ ഹാനോക്ക് നടക്കാൻ തുടങ്ങി ദൈവത്തോടു കൂടെ? മെതൂശല 65-ാമത്തെ വയസ്സിൽ. അപ്പോൾ 65-ാമത്തെ വയസ്സിലാണ് ഹാനോക്ക് കൺവേർട്ട് ചെയ്യുന്നത്. 65-ാമത്തെ വയസ്സിൽ. പക്ഷെങ്കിൽ 65, കാരണം മെതൂശലഹ് എന്ന് പറയുന്ന ഒരു പുത്രൻ ജനിച്ചതാണ് ഹാനോക്കിൻ്റെ കൺവേർഷനിലേക്ക് നയിച്ചതെന്ന് നമുക്കങ്ങ് ചിന്തിക്കാം. അപ്പോൾ അതിൻ്റെ കാരണം എന്നാ? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഫെയ്ത്ത് ഈസ് മൈ റിലയൻസ് ഓൺ എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. എൻ്റെ, അതായത് വിശ്വസ്തനാകുന്ന ദൈവത്തിന്മേലുള്ള എൻ്റെ ആശ്രയമാണ് വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഹാനോക്ക് മെതൂശലഹ് ജനിച്ച ഉടനെ ഹാനോക്കിനൊരു കാര്യം മനസ്സിലായി, ഇനി സംഗതി ഇങ്ങനെ പോയാൽ പറ്റുകയില്ല. എനിക്കൊരു നല്ല ഹസ്ബൻഡ് ആകണമെങ്കിൽ, എനിക്കൊരു നല്ല പിതാവാകണമെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ കൃപ വേണം. എനിക്കൊരു നല്ല പേരൻ്റ് ആകണമെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ കൃപ വേണം. So what he did, he began leaning on a faithful father. വിശ്വസ്തനാകുന്ന ആ പിതാവിന്മേൽ ഹാനോക്ക് ചാരാൻ തുടങ്ങി. ലോർഡ്, ഐ നീഡ് യുവർ ഗ്രേസ്. I need your grace. I need your grace to be a father. I ought to be. I need your grace to be a husband. I ought to be. I need you, Lord. I need you, Lord. And God was pleased. So simple, അല്ലേ? എത്ര സിമ്പിളാ. മെതൂശലഹ് ജനിച്ചപ്പം ഹാനോക്കിന് മനസ്സിലായി, ഐ ആം ഇന്നാഡിക്വേറ്റ് ഫോർ ദിസ് ടാസ്ക്. എന്തിന്? ഒരു നല്ല പിതാവായിരിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമൊന്നുമല്ല. കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ള പിതാവാകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ചെറിയ കാര്യമാണെന്ന് ആരും ചിന്തിക്കരുത്. അത് 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 കൊച്ചു കാര്യമല്ല. മാതൃകയുള്ള ഭക്തനാകുന്ന ഒരു പിതാവായി കുഞ്ഞുങ്ങൾക്ക് മുൻപാകെ വിശ്വസ്തതയുള്ള ഒരു ജീവിതം തെളിയിച്ചു കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ പ്രയാസകരമാകുന്ന കാര്യമാണ്. ആ പ്രയാസകരമാകുന്ന കാര്യം മാനുഷിക ശക്തിയാൽ കഴിയുന്നതല്ല, ദൈവത്തിൻ്റെ കൃപയാലേ പറ്റത്തുള്ളൂ. ഹാനോക്ക് ഇത് റിയലൈസ് ചെയ്തപ്പം ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. മോനെ, ഐ വിൽ ഗിവ് യു ഗ്രേസ്. ആൻഡ് ഹി വാക്ക്ഡ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. And God gave him other sons and daughters. Finally, നടപ്പ് തുടങ്ങിയത് 65-ാമത്തെ വയസ്സിലാണെങ്കിൽ 365-ാമത്തെ വയസ്സിൻ്റെ അവസാന ഭാഗത്ത് ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, മോനെ, ഇപ്പം നീ ലോകക്കാരിൽ നിന്നും ലോകത്തിൽ നിന്നും ഒത്തിരി ദൂരെ നടന്നു. ഇനിയിപ്പം എൻ്റെ വീട്ടിലോട്ടുള്ള വഴിയാ എളുപ്പം. കമോൺ, ലെറ്റ് us go home. Let us go home. Oh, അതുപോലെ ഒരു സ്വീറ്റ് വോയിസ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലില്ല. When God calls you, come on my son, come home, come home. ഈ വിളി ഞാനോ നിങ്ങളോ ഇന്ന് കേൾക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അല്ല, ഈ വർഷം തീരുന്നതിന് മുമ്പ് കേൾക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയില്ല. പക്ഷേ നമ്മൾ കേൾക്കും. So what a day it will be. What a glorious day it will be when the Lord calls us home. Let us look forward to that. And ആ forward looking faithൽ ഇന്ന് ഞാൻ ജീവിക്കാമെങ്കിൽ God is pleased with me. This is what it means to live by faith. ഇതാണ് വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. കൊയർ മെമ്പേഴ്സ് മുൻപോട്ട് കടന്നു വരുന്ന സമയം കൊണ്ട് ഒരു നിമിഷം നമ്മെ തന്നെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ടച്ച് ചെയ്തെങ്കിൽ ഇത് ആരോടും പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമല്ല, എന്നോട് നിങ്ങളോടും ദൈവാത്മാവ് സംസാരിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മെ തന്നെ ദൈവപാദപീഠത്തിൽ സമർപ്പിക്കാം. സഹോദരന്മാർ, എല്ലാവർക്കെങ്കിലും ഒരാൾക്ക്
കേട്ടതാകുന്ന വചനം നമുക്ക് അനുഗ്രഹമായി വരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം.